വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. നടപടി കടുപ്പിക്കാനൊരുങ്ങി രാജ്ഭവൻ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാമെന്ന് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. സർവകലാശാലയിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി നിയമവിരുദ്ധമാണെന്ന് VC ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, കേരള സർവകലാശാലയിലെ ഈ പോര് അത് കടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടി ഇപ്പോൾ സിൻഡിക്കേറ്റ് പിരിച്ചുവിടാമെന്നൊരു വിദഗ്ധോപദേശം, നിയമോപദേശം ഗവർണർക്ക് ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ രജിസ്ട്രാറെ നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക്, കടുത്ത നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കും എന്നും അറിയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ തീരുമാനം നാളെയേ ഉണ്ടാവൂ. പക്ഷേ സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരള സർവകലാശാലയുടെ താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളിൽ വിശദമായ റിപ്പോർട്ടാണ് രാജ്ഭവന് നൽകിയിട്ടുള്ളത്. ഗവർണർ എന്നതിനപ്പുറം സർവകലാശാലയുടെ ചാൻസലർ കൂടിയ ഗവർണർ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. കടുത്ത നടപടികളിലേക്ക് കൂടി സർവകലാശാലയിൽ കടക്കാൻ പോകുന്നു ഗവർണർ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് താൽക്കാലിക VC നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ രജിസ്ട്രാർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ജോലിയിൽ വീണ്ടും പ്രവേശിക്കുക, അതിന് ചുക്കാൻ പിടിക്കാൻ പല SFI പ്രവർത്തകരും ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പ്രവർത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ തൻ്റെ അസാന്നിധ്യത്തിൽ ചില തീരുമാനങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുക്കുകയും അത് കോടതിയിലേക്ക് അറിയിക്കുകയും ചേർന്നു. റദ്ദാക്കൽ നടപടി ഉൾപ്പെടെ, രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തൻ്റെ അറിവോ സമ്മതമോ ഇല്ല. ന്യായമായ കാര്യങ്ങളല്ല സർവകലാശാലയിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്നത്, നിയമസാധുതകൾ ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സർവകലാശാല താൽക്കാലിക VC സിസ തോമസ് രാജ്ഭവനെ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നാലെയാണ് രാജ്ഭവൻ വിശദമായ നിയമോപദേശം ഇക്കാര്യത്തിൽ തേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം രാജ്ഭവന് ലഭ്യമായിരിക്കുകയാണ്. ആ ലഭ്യമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സ്ഥാനത്ത് നിന്ന് പൂർണ്ണമായും മാറ്റാനുള്ള നടപടികളിലേക്കും ഒപ്പം തന്നെ നിലവിലെ സിൻഡിക്കേറ്റ് പിരിച്ചുവിടാനുമുള്ള നടപടിയിലേക്ക് രാജ്ഭവൻ കടക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ മണിക്കൂറിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ നാളെയോടുകൂടി മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതും ചില സൂചനകൾ പുറത്തു വരികയാണ്. ഇത് വിശദമായ നിയമോപദേശം പരിശോധിച്ച ശേഷമായിരിക്കും രാജ്ഭവൻ ഈ കാര്യത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്, ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് യോഗമാണ് ഉള്ളത് കേരള സർവകലാശാലയിൽ. സ്വാഭാവികമായും അതിലെ നിയമവശങ്ങൾ പരിശോധിക്കാനും ഒപ്പം ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് പിരിച്ചുവിടുകയാണെങ്കിൽ തൊട്ടു പിന്നാലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, പ്രത്യേകിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള നിയമം ഉപദേശമാണ് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കടുത്ത നടപടികളിലേക്ക് ചാൻസലർ കടക്കുന്നു, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ രാജ്ഭവനിൽ നിന്ന് ലഭ്യമാകുന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് ഇതിനൊക്കെ സംഭവങ്ങൾക്കൊക്കെ ആധാരമായ ചില സംഘർഷങ്ങളും സാഹചര്യങ്ങളും കേരള സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടാകുന്നത്. അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന പേരിൽ ശ്രീപത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങ്, ആ ചടങ്ങിൽ ഗവർണർ എത്താനിരിക്കെ ആ പരിപാടി അലങ്കോലമാക്കാനും ഒപ്പം തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞു കിടന്ന വേദിയിൽ കയറി KS അനിൽകുമാർ രജിസ്ട്രാർ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും പ്രതിഷേധക്കാരെയും വേദിയിലേക്ക് വിളിച്ചു കയറ്റിയതും ഭാരതാംബയോട് അവഹേളനം നടത്തുകയും ഭാരതാംബയെ ഒരു സ്ത്രീ എന്ന രീതിയിൽ അവഹേളിക്കുമൊക്കെ തന്നെ ചെയ്തതിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. പത്മനാഭ സേവാ സമിതിക്ക് പുറമെ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റിലെ ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങളടക്കമുള്ളവർ രാജ്ഭവനിൽ പരാതി നൽകിയിരുന്നു, VCക്ക് പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് VC ആയിരുന്ന, ഇപ്പോൾ അവധിയിൽ പോയിട്ടുള്ള VC വിശദമായ റിപ്പോർട്ട് രാജ്ഭവന് നൽകി. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് രാജ്ഭവൻ്റെ ഭാഗത്ത് നിന്ന് കടുത്ത നടപടികൾ ഉണ്ടാകുന്നത്. തൊട്ടു പിന്നാലെ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതിന് പിന്നാലെ ആ സസ്പെൻഷൻ ഉത്തരവ് നിലനിൽക്കെ ആ ഉത്തരവിനെ അവഗണിച്ചുകൊണ്ട് സർവകലാശാലയിലേക്ക് രജിസ്ട്രാർ എത്തിയതിലടക്കം രാജ്ഭവന് കടുത്ത അമർഷമുണ്ട്.
നൽകിയിട്ടുണ്ട്. ഇതിലടക്കം കൃത്യമായ നടപടികൾ വരും മണിക്കൂറിൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ നിയമോപദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാലാവധി കഴിഞ്ഞ് കാലാവധി പുതുക്കി നൽകിക്കൊണ്ട് ഇടതുപക്ഷം ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള രജിസ്ട്രാറുടെ കസേര തെറിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഈ മണിക്കൂറിൽ ഈ രാത്രിയിൽ പുറത്തു വരുന്നത്. അനിൽ നമ്പ്യാർ. യെസ്, കേരള സർവകലാശാല കലാപശാലയായി മാറും വരും ദിവസങ്ങളിൽ എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. രാജ്ഭവൻ നടപടി ഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാമെന്ന് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു. സർവകലാശാലയിലെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി നിയമവിരുദ്ധമാണെന്ന് VC ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നിയമോപദേശം തേടിയത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.